നമ്മുടെ നാട് പവനൂർ നമ്മുടെ നാട്ടിൻ്റെ പേര്. നാട്ടിൽ വായനശാലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വായനശാലയിലെ നാടകം ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നാട്ടിലുള്ള സ്റ്റേജ് കളിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യകാലത്തെല്ലാം ഞാൻ അതിൻ്റെ ജനൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കല ഇവർ റിഹേഴ്സൽ എടുക്കുന്നത്. ഒരു സമയത്ത് ഇവരെ നാടകം എന്നാ അതിൻ്റെ അകത്തൊരു ചെറിയ കോറസ് അല്ല ശരിക്കും, അതൊരു ജപ്തി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ കസേര കൊണ്ടുപോകേണ്ട ഒരു സീനാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് എല്ലാ നാടകത്തിനും എടുത്തുകൊണ്ടുണ്ടായി. ഒരു ദിവസം നാടകത്തിനവിടെ പോയി നോക്കുമ്പോൾ ഇവർ ഈ കസേര ഇവരില്ല, അന്ന് അവിടെ നാടക പരിപാടി ഇല്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് വീട്ടിനടുത്ത് അവർ പറഞ്ഞാൽ അവരിന്ന് നാടകം കളിക്കേണ്ടോണ്ട് ഇരുട്ടിപ്പോയിന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനില്ലാണ്ട് ഇങ്ങനെ നാടകം കളിക്കും, ഞാൻ ഈ സാധനം എടുത്തുകൊണ്ട് പോകണ്ടേ. ഇത് എനിക്ക് ആകെ കിട്ടിയ റോളാണ് ഈ സാധനം എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഉടനെ 3 മണിക്ക് അങ്ങനെ അറിഞ്ഞു. ഞാൻ ഞങ്ങളോട് ഇരുട്ടിയെത്തിയിട്ട് അവിടെ പുഷ്പക ഒട്ടുര അങ്ങനെ എന്തോ അതിൻ്റെ പേര്, അവിടെ പോയി നോക്കുമ്പോൾ നാടകം തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് ഒരു നാടകം അമിച്ചർ നാടകം മത്സരം. അപ്പോൾ നമ്മൾ നാടകം കളിക്കണത്രേ. അപ്പോൾ കളിക്കാൻ വേണ്ടി കൊമാല നാടകത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എത്തി. അപ്പോൾ മാഷി ചോദിച്ചു, നീ ഇങ്ങനെ എത്തിയാന്ന് ചോദിച്ചു. ഞാൻ മാഷെ ഞാൻ കസേര കൊണ്ട് പോകുന്നത് ഞാൻ ഇല്ലെങ്കിൽ ഇത്. അപ്പോൾ മാഷൻ എടാ അത് വെറുതെ ആ സമയത്ത് അത് ഇവരെന്നെ ചെയ്തോളൂ. അപ്പോൾ അന്നേരം എനിക്ക് സമയം മനസ്സിലായി സത്യത്തിൽ നമ്മളതിനകത്തില്ല. അപ്പോൾ അത് മാഷക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്തത്. നമ്മൾ നാടകം നടത്തിക്കൊണ്ടത് പുള്ളി അടുത്ത നാടകം ചെയ്ത സമയത്ത് അന്നാ പോയതിൻ്റെ ഒറ്റയിൽ പുള്ളി എന്നെ എനിക്കത്ര വലിയ അഭിനയിക്കാനൊന്നും അറിയില്ല, പക്ഷെ പുള്ളി എന്നെ നിർത്തിച്ചു. പുള്ളിക്ക് അത് ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, ഇതിന് വേണ്ടിയിട്ട് അങ്ങ് മരിച്ചിട്ട് ഇങ്ങനെ പണി എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കൂട്ടാൻ തുടങ്ങി. നാടകം അങ്ങനെ അല്ല. പിന്നെ നമ്മൾ നാട്ടിലെ നാടകം കളിക്കുന്നില്ല, നമ്മൾ കുറച്ച് ചങ്ങായിമാരെല്ലാം കൂടിയിട്ടായി പിന്നെ പരിപാടി അങ്ങനെ നമ്മൾ കഴിച്ചെത്തി. ശരി ലാസ്റ്റ് ഔട്ട് എത്തുമ്പോൾ നാടകം നമ്മൾ തന്നെ കുറച്ച് സുഹൃത്തുക്കളാണ്. പിന്നെ ലാസ്റ്റ് ഔട്ട് പിന്നെ നാടകം നിന്ന് പോയി. അതിനുശേഷം ഈ ബുക്ക് കഥ ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓണത്തിനും വിഷുവിനും വന്ന് 2 സ്റ്റേജ് കിട്ടും നമ്മുടെ നാട്ടിൽ. ഒന്ന് ഓണത്തിനൊരു നാടകം, വിഷുവിന് അങ്ങനെ എന്തെങ്കിലും സ്കിറ്റോ എന്തെങ്കിലും. ഇത് 2 ചെയ്താൽ വേണ്ടി ഒരു 500 കഥ എഴുതി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഒരു കഥ എത്തുക. അഥവാ ചിലപ്പോൾ കൊണ്ടുമില്ലാത്ത കഥ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുഞ്ഞി സ്കിറ്റെല്ലാം കളിക്കുന്നതാണ്. ഇങ്ങനെ കുറേ തിരുവാതിരയും ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് ഒരു സ്കിറ്റ് കളിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിറ്റേന്ന് രാവിലെ നമ്മളെല്ലാം ഇട്ടുമ്പോൾ അടിപൊളി തന്നെ കേട്ടോ എന്നെല്ലാം പറയുമ്പോഴേ എൻ്റെ മോനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷം ഒരു വേറെ തന്നെ ഒരു സംഭവമാണ്. രാവിലെ ഇന്നലത്തെ നാടകം. അപ്പോൾ അത് അടുത്ത കൊല്ലം കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നാടകത്തിൻ്റെ കഥ പരിപാടി പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ കഥ ബസ് പോകുന്ന സമയത്ത് എഴുതുന്നുണ്ടായി. പക്ഷെ എനിക്ക് ഇതേടിയും പറയാൻ ഇതൊന്നും ഇല്ലല്ലോ. ഒരിക്കൽ നമ്മളെ സുഹൃത്ത് നേരത്തെ പറഞ്ഞ ജിതി നമ്മളടുത്ത് പറഞ്ഞു, എടാ ബിജോട്ടാ ഈ ടിക്ടോക്ക് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങളെ ചെറിയ കഥയെല്ലാം എടുത്തിടാൻ പറ്റും. അങ്ങനെ ഞാൻ വീട്ടിൽ അമ്മേനെല്ലാം കൂട്ടിയിട്ട് ഫസ്റ്റിൽ വന്നിട്ടൊരു വീഡിയോ അവരെല്ലാം വേഗം ഞാൻ പറഞ്ഞ എന്തായാലും അവരെല്ലാം റെഡിയാണ്. എന്താ കളിക്കുന്നതെന്ന് അവർക്കറിയില്ല, പക്ഷേ അവർ റെഡിയാണ്. അവരെല്ലാം അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. പണ്ടേ നാടകത്തിന് മുമ്പായാലും അമ്മ ആരുമില്ല, നാടകത്തിനായാലും അമ്മ വരും എത്തിയായിട്ട്. അമ്മ വന്നിട്ട് അത് കണ്ടേക്കും. നമ്മളെ അത് കാണാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്കത്. അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നീ പിന്നെ നിൻ്റെ ഇല്ലാണ്ട് നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത് പറയാം. അമ്മ നാളെ വരില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിൻ്റെ ഉണ്ടല്ലോ ഞാൻ വരും. അതുകൊണ്ട് അമ്മക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയി. അമ്മ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അമ്മ ഒരു ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഇങ്ങനെ കളിച്ച് കഥകൾ ഇതായിട്ടുമ്പോൾ ടിക്ടോക്കിൽ കുറച്ച് കുഞ്ഞു ഫാമിലി ഇങ്ങനെ കുഞ്ഞ് മെസ്സേജുള്ള ചെറിയ സാധനങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ചാനൽ വലിയ ചാനലായിരുന്നു ടിക്ടോക്കിൽ. പക്ഷെ എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഞങ്ങളെ ഫോൺ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. മാമൻ അന്നേരം കൊണ്ട് തന്ന ഒരു ഐറിസിൻ്റെ ലാവൻ്റെ ഫോണായിരുന്നു. അപ്പോൾ അത് ക്ലാരിറ്റി കുറച്ച് കുറവായതുകൊണ്ട് കണ്ടന്റ് ഭയങ്കര ഇതാണ്. എല്ലാം നല്ലോണം ഓടുന്ന വീഡിയോകളായിരുന്നു. കണ്ടന്റ് നമ്മളിന്ന് തിരിയില്ല ശരിക്കും മുഖതാന്നോ. ഇപ്പോൾ ആ വീഡിയോ കണ്ട് നോക്കിയാൽ ഞാൻ ദുബായിൽ ഇപ്പോൾ പോയ സമയത്ത് അടന്ന് നോക്കുമ്പോൾ നമ്മളെ ശരിക്കും തിരിയുന്നില്ല അതിനകത്ത്. അപ്പോൾ അന്നേരം വെച്ച് കുറേ വീഡിയോകൾ ഞാൻ എടുത്ത് വെച്ചിന് കുറേ പോയെ. അപ്പോൾ അങ്ങനെ അതിനകത്ത് കഥ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതെല്ലാം ഫോണങ്ങ് പോയി. അതിന് ശേഷം ഫോൺ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേടിക്കാൻ പറയുക അവസ്ഥയിൽ നിന്നും. അതിന് ശേഷമാണ് കൊറോണ വന്നിട്ട് എല്ലാവരും വീട്ടിലായ സമയത്ത് വീണ്ടും ഇതേപോലെ ഒരു അവസരം കിട്ടിയപ്പോൾ വീണ്ടും ആ പഴയ കഥയെല്ലാം എടുത്ത് എഴുതാൻ തുടങ്ങി. ഇത് ചെയ്യാൻ തുടങ്ങി. കഥയെല്ലാം എൻ്റെ വലുതേനും ചെറുതാക്കാനേനും പണി. അപ്പോൾ ചെറുതാക്കി വീഡിയോ ആക്കി ഒന്നാമത്തെ കഥ ഇങ്ങനെ ഒരു വീഡിയോ ചാനൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചത് കർണാടകത്തിലാണ്. അത് വലിയൊരു ചരിത്ര സംഭവമാണ്. പറയണ്ട എല്ലാവർക്കും അറിയായിരിക്കും. നാട്ടിൽ പണ്ടൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ് ജോബ് അങ്ങനെയുള്ള മറ്റൊരു സംഭവം കേട്ടിട്ടുണ്ടാവും. ഗവൺമെൻറ് ജോബില്ല എന്ന് പറഞ്ഞാൽ അതൊരാൾ ആഗ്രഹമാണ്. ഇപ്പം എൻ്റെ മോളെ ഇപ്പോൾ അയക്കേണ്ടത് എൻ്റെ ആഗ്രഹം ഇതായിരിക്കുമല്ലോ. അപ്പോൾ അവരെ കുറ്റമല്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കല്യാണം കഴിച്ചത്. അവൾക്ക് കർണാടക ആദ്യം നല്ലോണം അറിയാം, മലയാളം കുറച്ച് കമ്മിയാണ്. ഓളിപ്പം നല്ല മലയാളമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ച് അവൾ നല്ല മലയാളമായി. അപ്പോൾ ഓള് കല്യാണം കഴിച്ച് വന്നതിന് ശേഷമല്ല നമ്മൾ ഇതിലിങ്ങനെ കഥ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് കഥ നമ്മൾ പെണ്ണ് കാണാൻ പോന്നി കല്യാണം നടക്കാതെല്ലായിട്ട് വെബ് സീരീസ് ആണ് ചെയ്തുകൊണ്ടുണ്ടായത്. പിന്നെ അത് ചെയ്ത് പിന്നെ ഒരു യാത്ര പോയി തിരിച്ചു വന്നിട്ട് വലിയ റീച്ചൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ടായിട്ടില്ല. ഒരു 500, 1000 എല്ലാം കണ്ടാൽ അങ്ങനെ അത്ര ആൾക്കാർ കണ്ടാക്കുന്നുണ്ട്. അവസാനം ഒരിക്കൽ നമ്മളിത് നിർത്തി. അമ്മയ്ക്ക് ഓപ്പറേഷനെല്ലാം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആകെ ഇതായി. ഓക്കൊരു ഇടയ്ക്ക് ഓപ്പറേഷൻ വന്ന് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഞാൻ ഭയങ്കര താഴ്ന്ന്. ആ സമയത്ത് ഒരിക്കൽ എല്ലാം നിർത്തിയ സമയത്ത് അമ്മക്ക് ഏകദേശം 4 മാസം ടൈം വന്നിന്. അവർ 4-5 മാസം ടൈം വന്നു. ഇത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം. ഒരു 2-3 ലക്ഷം രൂപേൻ്റെ ഇതാണ്. അപ്പോൾ അമ്മക്ക് അന്നേരം തന്നെ ഓൾറെഡി വീടിൻ്റെ ലോണും പരിപാടിയെല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ നമ്മളിതെന്താ ചെയ്യാന്നില്ല എന്താ പറയുക. ആ സമയത്ത് അങ്ങനെയാണ്. ആരും കുറ്റമല്ല.
ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം എസ്കേപ്പ് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി ആൾക്കാർ. ചിലപ്പോൾ അവരെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അവരെല്ലാം ഇന്നെൻ്റെ കൂടിയുണ്ട്, അതിൽ സന്തോഷമുണ്ട് കേട്ടോ. അന്ന് എസ്കേപ്പ് ആയവരെല്ലാം ഇപ്പോൾ കൂടിയുണ്ട്, അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അവരെല്ലാം ആ സമയത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചപ്പം വീട്ടിലിരിക്കും പറയും, ചേട്ടാ നമുക്ക് വീഡിയോ ആട്ടെ, നിങ്ങളിങ്ങനെ ഇരിക്കുന്നതാണെങ്കില. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ രണ്ടാമത് അവളെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത് വീഡിയോ തുടങ്ങിയിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞ ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് ബസ്സിൽ ഡ്യൂട്ടി ഉണ്ട് പറ്റി അന്നൊരു ബസ് പണി കിട്ടി. 2 ദിവസം പണി കിട്ടി. ഭയങ്കര സന്തോഷമാണ്. ഇവൾ കുറേ നാളായി ഇവളെ വീട്ടിൽ പോകണമെന്ന് പറയുന്നത്. കൊറോണ കഴിഞ്ഞ സമയമാണ്. ഞാൻ പൈസ കൊണ്ട് പോകാൻ പറ്റും. അമ്മേനെ തൊഴിലുറപ്പിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഇത് വന്നതിന് ശേഷം നമുക്ക് പിന്നെ പോകാൻ പറ്റണ്ടായി. അപ്പോൾ നമ്മൾ ഭയങ്കര അവസ്ഥയാണ് ആ സമയത്ത്, ഭയങ്കര അവസ്ഥയാണ്. എല്ലാവർക്കും നമുക്കല്ല, നമ്മളെ നാട്ടിലെ ഈ വീഡിയോ കാണുന്നവരായാലും സകല ആൾക്കാർക്ക് അന്നേരം ദാരിദ്ര്യമുള്ള അവസ്ഥയാണ്. പക്ഷേ ഫുഡല്ല, നമ്മൾ സാമ്പത്തികമായിട്ട് ലോണും എല്ലാം കിടക്കുന്നുണ്ടല്ലോ കൊറോണ സമയത്ത്, അതെല്ലാവർക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അത് നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പണിക്ക് പോയ സമയത്ത് ഓള് പറഞ്ഞു, ചേട്ടാ ഇതെന്തായാലും നിങ്ങൾ എടുത്തോ, ഇത് നല്ലൊരു വെറൈറ്റി സംഭവമല്ലേ. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തിന്, ബസ്സിലെ വീഡിയോ. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഓടിയ വീഡിയോ അതാണ്. അത് ഓടിയപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അത് പഴയ പോലെ ആയി. പക്ഷേ ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടുണ്ടായി. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഞാനിങ്ങനെ പടി കഥ വരുന്നതല്ല ഈ സമയത്താണ് പറയാൻ കഴിയില്ല, രാത്രി കിടന്ന സമയത്തല്ല വരും. അപ്പോൾ ഞാൻ വേഗം എണീച്ചോട്ട് ഇങ്ങനെ ഇതൊക്കെ അമ്മ എണീച്ചോന്ന് പാലുറങ്ങിട്ട് വന്ന് അമ്മ ചോദിച്ചാൽ എന്നാൽ ഇത് ഞാൻ നീ പോയി കിടന്നാട്ടാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് കിടക്കാൻ വേണ്ടി ഉള്ള പറഞ്ഞു, എന്താ നിങ്ങൾ പരിപാടി എന്നാ. ഞാൻ പറഞ്ഞിങ്ങനെ ഒരു കഥ കിട്ടീനി, അത് എഴുതി വെക്കലാണ്. രാവിലെ ആകുമ്പോഴേക്ക് രാത്രി പറഞ്ഞ കഥ രാവിലെ മറന്നു പോകും. അവൾ പറഞ്ഞ് ആര് കാണാൻ പറഞ്ഞു, ആരും കാണുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ എഴുതി വെക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ദിവസം എല്ലാവരും ഇത് കാണും, ഞാനുണ്ടാവുമെന്ന് അറിയില്ല പറഞ്ഞു. പക്ഷെ അത് കണ്ടു, അത്രയാണ്. പിന്നെ ഒരു കയറ്റമാണ്. കയറ്റം എന്ന് പറയുമ്പോൾ അതിന് ഞാൻ മാത്രമല്ല, നമ്മളെ നാട്ടിൽ ആര് എന്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെല്ലാം പണിയുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും തോന്നും വളരെ സിമ്പിളാണ്, പക്ഷെ അതിന് എല്ലാത്തിനും ഒരു എഫേർട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ ഏത് വീഡിയോ ആയാലും അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് നന്മ നമ്മൾ എന്ത് കാര്യമായിട്ട് ഇടണമെന്ന് എപ്പോൾ ആഗ്രഹിക്കും. നമ്മൾ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ഒരു ചെറിയൊരു അതുപോലെ ഒരു സ്നേഹമെങ്കിലും പങ്കുവയ്ക്കാൻ ആഗ്രഹം തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മൾ ചെയ്യലുണ്ട്. ചിലതെല്ലാം നമുക്ക് ഒപ്പിക്കാൻ അങ്ങനെയും വരുത്തുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ടാകുന്നതാണ് നമ്മൾ അന്ന് ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പോകും, എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ചേച്ചിമാരെല്ലാം വിളിക്കുന്ന പോലെ തന്നെ എന്തായി പോയിട്ട് എന്തായി എടാ എന്തായി എന്നിട്ട് വിളിക്കുന്ന ചങ്ങായിമാർ ചേട്ടാ എന്തായി ചേട്ടാ നാട്ടിലെത്തില്ലേ വരില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചാനലിലുള്ള ഓരോ അംഗങ്ങളും എന്തായി ഇതില്ല അവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടും എല്ലാം ചോദിക്കുന്നുണ്ട്. അവരുടെ അവസാന ആളില്ല എന്നും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ അവരുമായിട്ട് ബന്ധം അത്രമേൽ ഇഷ്ടപ്പെടുന്നു, അത് കീപ്പ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് ഉള്ള ഗിഫ്റ്റൊക്കെ അമ്മയ്ക്ക് കൊണ്ടുതരാനുള്ള ശേഷിയായി. പക്ഷെ എങ്കിലും നമ്മളെ ആദ്യം കിട്ടിയ ഗിഫ്റ്റ്, ഇപ്പോൾ നല്ലൊരു ഗിഫ്റ്റ്, ഇപ്പോൾ ചാനലൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് കിട്ടിയ ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഓർക്കണുണ്ടോ? ഇപ്പോഴ് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുതരാനുള്ള ഗിഫ്റ്റ് ഓർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കാലം നമ്മളെ ആ ഒരു കുടുംബത്തിൻ്റെ ജീവിതം, ഞങ്ങളെങ്ങനെ ജീവിച്ചിനോ, എന്താ നമ്മളെ കഴിഞ്ഞുകൂടിയ കാലഘട്ടം എന്നുള്ളത് എൻ്റെ ഇന്നും ഒരു രാത്രി കിടന്നാലും എൻ്റെ മനസ്സിന്ന് പോകില്ല. മോനെ നമ്മളങ്ങനെയല്ലേ, നമ്മളിങ്ങനെയല്ലേ, നമ്മളിങ്ങനെയല്ലേ, അതല്ലേ ഇതല്ലേ. അതൊരിക്കലും നമുക്ക് എന്തെന്നായാലും, എത്ര പൈസ ഉണ്ടായാലും, എത്ര സ്വർണം ഉണ്ടായാലും, എന്തെന്നുണ്ടായാലും നമ്മളെ അതിലേക്കല്ലാണ്ട് നമ്മളെ മനസ്സ് പോകില്ല.